പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യവിശുദ്ധമേ സ്നേഹ
ആശ്വാസദായകൻ പ്രിയനേശുവേ, മർത്യരാം ഞങ്ങൾ തൻ ആരാധന. ആശ്വാസദായകൻ പ്രിയനേശുവേ, മർത്യരാം ഞങ്ങൾ തൻ ആരാധന. മർത്യരാം ഞങ്ങൾ തൻ ആരാധന. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ, സ്നേഹത്തിൻ ഭാവമേ, എന്നെന്നും ആരാധിക്കാം. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ, സ്നേഹത്തിൻ ഭാവമേ, എന്നെന്നും ആരാധിക്കാം. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, നാം ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി എടുക്കുന്ന വിശുദ്ധ ഗ്രന്ഥഭാഗം വിശുദ്ധ ലൂക്കാ രചിച്ച സുവിശേഷം 12-ാം അധ്യായം 54 മുതൽ 56 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഈ വചനഭാഗത്തിലൂടെ കർത്താവ് നമ്മോട് പറയുന്നത് ദൈവത്തിൻ്റെ സാമീപ്യം നാം വിവേചിച്ചറിയണം എന്നാണ്. നമുക്ക് ഈ വചനഭാഗം ശ്രദ്ധാപൂർവം ശ്രവിക്കാം. അവൻ ജനക്കൂട്ടത്തോട് പറഞ്ഞു, പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റടിക്കുമ്പോൾ അത്യുക്ഷണം ഉണ്ടാകും എന്ന് നിങ്ങൾ പറയുന്നു. അത് സംഭവിക്കുന്നു. കപടനാട്യക്കാരെ, ഭൂമിയുടെയും ആകാശത്തിനെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട്? ചില പ്രത്യേക ദിശയിൽ നിന്നും മേഘങ്ങൾ ഉയരുന്നതും ചില പ്രത്യേക രീതിയിൽ കാറ്റ് വീശുന്നതും തുടങ്ങി അന്തരീക്ഷത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളെ ആസ്പദമാക്കി വരാൻ പോകുന്ന കാലാവസ്ഥയെക്കുറിച്ച് ഏറെക്കുറെ ധാരണകൾ ഉണ്ടാക്കാൻ എല്ലാ കാലങ്ങളിലും മനുഷ്യർക്ക് കഴിഞ്ഞിരുന്നു. ഇന്നത്തെ വചനഭാഗത്തിൽ ഈശോ പരിസ്ഥിതിയിലെ അടയാളങ്ങളെ വിവേചിച്ചറിഞ്ഞ് ജീവിതത്തിൽ വിവേകപൂർണമായ തീരുമാനങ്ങളും മുൻകരുതലുകളും എടുക്കാൻ മനുഷ്യർക്കുള്ള കഴിവിനെ ചൂണ്ടിക്കാട്ടി യഹൂദജനത്തെ കുറ്റം വിധിക്കുകയാണ്. വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ച് പ്രവാചകന്മാരിലൂടെ ദൈവം ധാരാളം മുന്നറിയിപ്പുകൾ തൻ്റെ ജനത്തിന് നൽകിയിരുന്നു. ആ പ്രവചനങ്ങളുടെ എല്ലാം വ്യക്തവും കൃത്യവുമായ പൂർത്തീകരണമായിരുന്നു ഈശോയുടെ ജനനവും ജീവിതവും പ്രവർത്തനങ്ങളും. എന്നാൽ തങ്ങളുടെ കൺമുൻപിൽ നടക്കുന്ന കാര്യങ്ങൾ വ്യാഖ്യാനിച്ച് ഈശോ തന്നെയാണ് മിശിഹ എന്ന് തിരിച്ചറിയുന്നതിന് പകരം സുവിശേഷത്തിൻ്റെ പ്രകാശത്തെ കണ്ണുകളടച്ച് ഇല്ലാതാക്കാനാണ് അവർ തുനിഞ്ഞത്. അവരുടെ മധ്യേ ഉണ്ടായിരുന്ന ദൈവത്തെ തിരിച്ചറിയാൻ അവർ തയ്യാറായില്ല. തിരിച്ചറിവുകൾ ലഭിക്കുന്നതിനായി ദൈവം ചെയ്ത പ്രവൃത്തികളെ അംഗീകരിക്കുവാനോ അവിടുന്ന് വചനങ്ങളിലൂടെ നൽകിയ പ്രചോദനങ്ങൾ ഉൾക്കൊള്ളുവാനോ അവർക്കായില്ല. സൂര്യൻ എല്ലാവരുടെയും മേൽ പ്രകാശിക്കുന്നു, എന്നാൽ
കാഴ്ചശക്തിയുള്ളവർ തങ്ങളുടെ കണ്ണുകളെ അന്ധമാക്കിയിട്ട് സൂര്യനില്ല എന്ന് വിളിച്ചു പറയുന്നു. ആർക്കെങ്കിലും സൂര്യപ്രകാശം കാണുവാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം സൂര്യനില്ല എന്നല്ല, അവരുടെ കണ്ണുകൾക്ക് എന്തോ തകരാറുണ്ട് എന്നാണ്. എന്ന് ദൈവത്തെ കാണാനോ തിരിച്ചറിയാനോ സാധിക്കാത്തവരുടെ അവസ്ഥയെക്കുറിച്ച് അന്ത്യോക്യയിലെ വിശുദ്ധ തെയോഫിലോസ് പറയുന്നു. 2000 വർഷം മുൻപ് എന്നതുപോലെ നമ്മുടെ ഇന്നത്തെ ലോകത്തിലും ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യമുണ്ട്. അടയാളങ്ങളെയും വചനങ്ങളെയും ശരിയായി വ്യാഖ്യാനിച്ച് നമ്മുടെ ഇടയിലെ ജീവിക്കുന്ന ദൈവത്തെ കണ്ടെത്തുവാൻ നമുക്കാവുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും നമ്മൾ ഈശോയെ കണ്ടുമുട്ടുന്നുണ്ട്. പക്ഷേ ഭൂരിഭാഗം അവസരങ്ങളിലും അവിടുത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോകുന്നു. നമ്മുടെ എല്ലാ വിധത്തിലുമുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെയും ഈശോ നമ്മെ സമീപിക്കുന്നു. രോഗങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും കുടുംബാംഗങ്ങളിലൂടെയും സുഹൃത്തുക്കളിലൂടെയും സഹപ്രവർത്തകരിലൂടെയും നമ്മുടെ ശ്രദ്ധയും സഹായവും ആവശ്യമുള്ളവരെ കൂടെയും ഒക്കെ ദൈവം തൻ്റെ സാന്നിധ്യം നമ്മെ അറിയിക്കുന്നുണ്ട്. അവരിലൂടെയെല്ലാം നമ്മെ കൂടുതലായി അനുഗ്രഹിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ആസക്തികളെ ചെറുത്തു നിൽക്കാനും തിന്മയിൽ നിന്നും അകന്നിരിക്കാനും എല്ലാ പ്രവൃത്തികളിലും ദൈവമഹത്വം ആഗ്രഹിക്കാനും കഴിയാതെ വരുമ്പോൾ നമ്മുടെ വിവേചന ശക്തിയിൽ വിള്ളലുകൾ വീഴുന്നു. നമ്മുടെ കാര്യങ്ങളിൽ മാത്രം വ്യാപൃതരായിരിക്കുന്നത് മൂലം നമ്മുടെ ചുറ്റുമുള്ളവരിലൂടെയും അവസ്ഥകളിലൂടെയും ഈശോ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ അത് വിവേചിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോകുന്നു. ഇത്തരമൊരവസ്ഥയിൽ ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ടാൽ പോലും വിശ്വസിക്കാൻ സാധിക്കാതെ വരുന്നു. എന്നിട്ട് അവിശ്വാസത്തെ നീതീകരിക്കാൻ അടയാളങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് യുക്തിക്ക് നിരക്കുന്ന അടയാളങ്ങളും തെളിവുകളും ആവശ്യമാണെന്ന് വാദിക്കുന്നവർ ദൈവത്തെ അവിടുത്തെ അനന്തമായ മഹത്വത്തിൽ നിന്നും അകറ്റി നിർത്തി കേവലം മാനുഷികമായ ചിന്തകളിലും ആശയങ്ങളിലും ഒതുങ്ങുന്ന ശക്തിയായി നിസ്സാരവത്കരിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ജീവനുള്ള ഈശോമിശിഹായെ കാണുവാൻ ഒട്ടേറെ പേർക്ക് കഴിയാതെ പോകുന്നത്. എളിമയോടെയും ഹൃദയവിശുദ്ധിയോടെയും വിശ്വാസത്തിൻ്റെ കണ്ണുകളിൽ കൂടി ഈശോയെ കണ്ടെത്തുവാൻ നമുക്കാവണം. ഈശോയുടെ സാന്നിധ്യത്തിലാണ് നാം എന്ന തിരിച്ചറിവിന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ തിരിച്ചറിവ് തന്നെയാണ് ക്രമേണ കാണപ്പെടുന്ന അടയാളങ്ങളായി രൂപാന്തരപ്പെട്ട് നമ്മുടെ വേദനകളിൽ ആശ്വാസവും രോഗങ്ങളിൽ സൗഖ്യവും പ്രശ്നങ്ങളിൽ പരിഹാരവും ഒക്കെയായി മാറുന്നത്. എല്ലാ സമയവും നമ്മോടൊപ്പം വസിക്കാൻ ആഗ്രഹിക്കുന്ന ഈശോയെ വിശ്വാസത്തിൻ്റെ കണ്ണുകളിൽ കൂടി കണ്ടെത്തുവാൻ കൃപയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അനുദിന ജീവിതത്തിൽ അങ്ങേ തിരിച്ചറിഞ്ഞ് ആദരിക്കാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നിറച്ച് എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ. എല്ലാ കാര്യങ്ങളിലും അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, നന്മ തിന്മകളെ വിവേചിച്ചറിയുവാൻ എന്നെ പഠിപ്പിക്കണമേ. എല്ലാറ്റിലും ഉപരിയായി അങ്ങയെ സ്നേഹിക്കുവാൻ, ബലഹീനതകളെ കീഴടക്കുവാനുള്ള ശക്തി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഈശോയോട് തീഷ്ണമായി പ്രാർത്ഥിക്കാം. അതിനായി നല്ല തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പരമദിവ്യകാരുണ്യമേ
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങയുടെ അനന്ത യോഗ്യതയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളിതാ തിരുസന്നിധിയിലായിരുന്നു കൊണ്ട് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ ധ്യാനിക്കുകയായിരുന്നു. ഏത് സാഹചര്യങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയുവാനുള്ള വിവേകം ഞങ്ങൾക്ക് ലഭിക്കണമെന്ന്. ഈശോയെ, വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം ഏറ്റവും നിറഞ്ഞു നിന്ന, അങ്ങയുടെ ദൈവകാരുണ്യം ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്ന മരുഭൂമി അനുഭവങ്ങളിലായിരിക്കുവാനായിട്ട് ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ ആഗ്രഹിക്കുകയാണ്. അങ്ങയുടെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഒരു മരുഭൂമി അനുഭവത്തിലായിരുന്നു. ഈശോയെ, ഈ നോമ്പ് കാലത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങളും ഒരു മരുഭൂമി അനുഭവത്തിലായിരിക്കുവാൻ, മരുഭൂമി അനുഭവങ്ങളിൽ നിറയുന്ന ദൈവകരുണയെ അനുഭവിച്ചറിയുവാൻ, ആസ്വദിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിച്ച് അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ചരിത്രം മരുഭൂമിയുടെ ചരിത്രമായിരുന്നു. നിയമാവർത്തന പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ശൂന്യത ഓരിയിടുന്ന ഈ മണലാരണ്യത്തിൽ ദൈവം അവരെ തീറ്റിപ്പൂറ്റി, അവരെ നയിച്ചു. മഞ്ഞയും കാടപ്പക്ഷിയും നൽകി അവരെ നയിച്ച ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ കരം മരുഭൂമിയിൽ അവർ കണ്ടു. ലോകത്തിൽ ഒരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് കൂടെ നിന്ന് നയിക്കുന്ന ഒരു ദൈവത്തെ ഇസ്രായേൽ സമൂഹം തൊട്ടറിഞ്ഞു, അനുഭവിച്ചു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ ജീവിതങ്ങളിലെ മരുഭൂമി അനുഭവങ്ങളിൽ അങ്ങ് ഞങ്ങൾക്ക് മഞ്ഞയായും കാടപ്പക്ഷിയായും അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ഞങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളിലും സാധ്യമായി വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. അതിനായി ദാഹിച്ച് തിരുസന്നിധി ഞങ്ങൾ ആയിരിക്കുന്നു. മോശയും അഹറോനും ജീവിച്ച മരുഭൂമി, അവർക്ക് ദൈവിക ദർശനം ലഭിച്ച മരുഭൂമി, വാഗ്ദത്ത നാട് സ്വന്തമാക്കാൻ ജോഷ്വായുടെ നേതൃത്വത്തിൽ മരുഭൂമി നടത്തിയ പടയോട്ടങ്ങൾ, ന്യായാധിപന്മാരും സാമുവേലും പ്രവാചകന്മാരും ദൈവസ്വരത്തിന് കാതോർത്ത മരുഭൂമി, ഏലിയായും എലീശായും അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ജെറീക്കോ സമതലം, കാർമൽ മല, തൻ്റെ മക്കൾക്ക് ചുറ്റും സംരക്ഷണത്തിൻ്റെ വേലിക്കെട്ടുമായി 10 പ്രമാണത്തിൻ്റെ സംരക്ഷണ കവചവുമായി ദൈവം ഇറങ്ങി വന്ന മരുഭൂമി, സീനായി മല. മരുഭൂമിയിൽ ജീവിച്ചവരെല്ലാം ശക്തന്മാരായി. കാരണം അവിടെ ദൈവമല്ലാതെ
മറ്റൊരാശ്രയം അവർക്കില്ലായിരുന്നു. വിശന്നപ്പോഴും ദാഹിച്ചപ്പോഴും അവർ നോക്കിയത് ദൈവമുഖത്തേക്കായിരുന്നു. വീശിയടിക്കുന്ന ശീതക്കാറ്റിലും ചുട്ടുപൊള്ളിക്കുന്ന ഉഷ്ണക്കാറ്റിലും അവർ ദൈവസ്വരം തിരിച്ചറിഞ്ഞു. മലനിരകളിലെ ഗുഹകളിലും സമതലങ്ങളിലെ കൂടാരങ്ങളിലും അവർ ദൈവത്തോടൊത്ത് പാർത്തു. ഒന്നും ഭക്ഷിക്കാനില്ലാത്തപ്പോഴും അവർ ദൈവത്തിൽ ആഴമായി ശരണപ്പെട്ടു, പ്രത്യാശയർപ്പിച്ചു. എനിക്ക് ഭക്ഷിക്കാൻ കിട്ടും എന്ന പദം ഉപയോഗിക്കുന്നത് തന്നെ ഈ ഒരു അർത്ഥത്തിലാണ്. ഈ സ്ഥലം സംരക്ഷണത്തിൻ്റെ സ്ഥലമാണ്. ഇറ്റ്സ് എ ഡിവൈൻ പ്ലേസ് ഓഫ് പ്രൊട്ടക്ഷൻ. ഈ മരുഭൂമി നമുക്കായിരിക്കാം. ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഉഷ്ണക്കാറ്റ് വീശുന്ന മരുഭൂമി, ഈ അനുഭവത്തിലാണ് ദൈവം നമുക്കായി കൂടുതൽ പ്രവർത്തിക്കുന്നത്. സ്നാപകനിലെ പ്രവാചകൻ രൂപപ്പെട്ടത് മരുഭൂമിയിലാണ്. ഈശോയും പരീക്ഷകളെ അതിജീവിക്കാൻ മരുഭൂമിയിലെത്തി. അബ്രാഹവും ഇസഹാക്കും യാക്കോബും ഒക്കെ ജീവിച്ച് കടന്നുപോയ മരുഭൂമിയിൽ ഈശോയെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അങ്ങയുടെ സ്വരത്തിന് മാത്രം കാതോർത്ത്, അങ്ങയുടെ കരം മാത്രം മുറുകെ പിടിച്ച് മരുഭൂമിയിലെ വന്യതയും ഭീകരതയും ശാലീനതയും സ്വച്ഛതയും മാറി മാറി പുണരുന്ന ഈ നോമ്പ് കാലത്തിലൂടെ ഒരു തീർത്ഥയാത്ര പോകുവാൻ ഈശോയെ ഈ നിമിഷം അങ്ങ് ഞങ്ങളോട് പറയുകയാണ്, ഈ മരുഭൂമിയിൽ, ഈ നോമ്പുകാലമാകുന്ന മരുഭൂമിയിൽ നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിന്നെ രക്ഷിക്കാൻ ഞാൻ നിന്നോടൊപ്പമുണ്ട്. ആ സ്വരം നമുക്ക് ശ്രവിക്കാൻ പ്രിയമുള്ളവരെ. നിന്നെ രക്ഷിക്കാൻ ഞാൻ നിന്നോടൊപ്പമുണ്ട്. പൂർവപിതാക്കന്മാരെയും പ്രവാചകന്മാരെയും ഒക്കെ മരുഭൂമിയിലേക്ക് നയിച്ച ദൈവം തന്നെയാണ് ഇന്ന് ഈ തിരുവോസ്തിയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. നമ്മുടെ ജീവിത മരുഭൂമിയുടെ പാധേയമാകാൻ സ്വന്തം ശരീര രക്തങ്ങൾ പങ്കുവെച്ച് നൽകുന്ന സ്വർഗീയ മന്ന വർഷിക്കുന്ന ഈശോയ്ക്കൊപ്പം നമുക്കും ഇരിക്കാം. ഈശോയുടെ സ്നേഹം ഈ മരുഭൂമിയിൽ, ശൂന്യതയിൽ, വേദനയിൽ, നിസ്സഹായതയിൽ നമ്മിൽ കനിഞ്ഞിറങ്ങും. ഈ നിമിഷങ്ങളിൽ നമ്മൾ ഈശോയുടെ പീഡാനുഭവം അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പ്രപഞ്ച സൃഷ്ടാവേ, മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച് അവന് മറ്റ് വസ്തുക്കളുടെ മേൽ എല്ലാ അധികാരവും നൽകിയ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. മനുഷ്യരക്ഷയ്ക്കു വേണ്ടി അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നീ പൂർവ്വപിതാക്കന്മാരിലൂടെ സ്വന്തം ജനതയായി ഇസ്രായേലിന് രൂപം കൊടുക്കുകയും മോശ വഴി അവർക്ക് 10 കൽപ്പനകൾ നൽകുകയും ന്യായാധിപന്മാർ, രാജാക്കന്മാർ, പ്രവാചകർ എന്നിവരിലൂടെ ആ ജനതയെ നയിക്കുകയും മാനവകുലം മുഴുവൻ രക്ഷ ലഭിക്കുന്നതിനായി തൻ്റെ ഏകജാതനായ ഈശോമിശിഹായെ ദാനമായി നൽകുകയും ചെയ്ത പരമപിതാവായ ദൈവമേ, ഞങ്ങളങ്ങേ കുമ്പിട്ടാരാധിക്കുന്നു. സ്വപുത്രന് മനുഷ്യനായി അവതരിക്കാൻ പാപമാലിന്യമേശാത്ത കന്യകാമറിയത്തെ തിരഞ്ഞെടുത്ത് സഹരക്ഷകയും ഞങ്ങൾക്ക് അമ്മയുമായി തന്ന ദൈവമേ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. പുത്രനായ ദൈവമേ, എളിയവരിൽ എളിയവനായി, ദരിദ്രരിൽ ദരിദ്രനായി,
പിറക്കുവാനൊരു ഇടം കിട്ടാതെ ബെത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തി വന്നു പിറന്ന രാജാതിരാജനായ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ സ്നാപക യോഹന്നാനിൽ നിന്നും സ്നാനം സ്വീകരിച്ച് 40 ദിനരാത്രങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചെലവഴിച്ച് പിശാചിൻ്റെ പരീക്ഷണങ്ങളിൽ വിജയം വരിച്ച് പിതാവ് ഏൽപ്പിച്ച തൻ്റെ രക്ഷാകര ദൗത്യം ആരംഭിച്ച ഈശോനാഥ, ഞങ്ങളുടെ ഓരോ പ്രവൃത്തികളും ജീവിത വിശുദ്ധിയോടും പ്രാർത്ഥനയോടും കൂടി ആരംഭിക്കുവാനുള്ള കൃപാവരം തരണമേ. അനാഥരോടും ദരിദ്രരോടും രോഗികളോടും പാപികളോടും കരുണ കാണിച്ച ഈശോനാഥ, പാപിയായി ഞങ്ങളോട് കരുണയായിരിക്കണമേ. പാപികളായി ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും ധീരതയോടെ നേരിടുവാനും പ്രത്യാശ കൈവിടാതെ ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി കാത്തിരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, എഴുന്നള്ളി വരണമേ. ഈശോയുടെ ജ്ഞാനസ്നാന സമയത്ത് പ്രാവിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. പെന്തക്കുസ്ത ദിനം പ്രാർത്ഥന നിരതരായിരുന്ന പരിശുദ്ധ മാതാവിൻ്റെ മേലും ശ്രീഹന്മാരുടെ മേലും തീനാവുകളുടെ രൂപത്തിൽ എഴുന്നള്ളി വന്ന് വിവിധ വരങ്ങളാൽ ശക്തിപ്പെടുത്തിയ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ജീവനും പ്രകാശവുമായി കടന്നു വരുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുത്തെ ദിവ്യപ്രകാശമയച്ച് എന്നെ ജ്വലിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും എല്ലാവിധ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഈശോയെ, ഞങ്ങൾ അങ്ങേക്ക് ചമട്ടിയടി ഏൽപ്പിക്കപ്പെട്ട മുൾമുടി ധരിപ്പിക്കപ്പെട്ട നിമിഷങ്ങളെ ധ്യാന വിഷയമാക്കുകയാണ്. ദേവപിതാവിൻ്റെ വാത്സല്യം നിറഞ്ഞ അമൂല്യമായ സ്നേഹം മക്കളായ നാം എല്ലാം അനുഭവിച്ചറിയുന്നതിന് ലോകത്തിന് പിതാവായ ദൈവം സമ്മാനിച്ച പ്രിയപുത്രൻ സ്വയം ബലിവസ്തുവായി ഇതാ പീലാത്തോസിൻ്റെ മുൻപിൽ നിൽക്കുന്നു. ചുറ്റും നിൽക്കുന്നത് ആരൊക്കെയാണ്? പുരോഹിത പ്രമുഖരും ജനപ്രമാണികളും നിയമജ്ഞരും ന്യായാധിപ സംഘം മുഴുവനും ചേർന്ന ഒരു വലിയ ജനസമൂഹം. അവർ ഉച്ചത്തിൽ ആക്രോശിക്കുന്നു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. തൻ്റെ അടിമ ശിഷ്യർ എവിടെ? അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ കണ്ടവരും അവയുടെ ഫലം അനുഭവിച്ചവരും ഇപ്പോൾ എവിടെ? ഈശോയ്ക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല. പീലാത്തോസിനും യേശുവിൽ ഒരു കുറ്റവും കാണാൻ കഴിഞ്ഞില്ല. റോമൻ രീതി അനുസരിച്ച് ഈശോയ്ക്ക് ചമട്ടിയടി നൽകി വിട്ടയക്കാൻ പീലാത്തോസ് കൽപ്പന നൽകി. രോഷാകുലരായ ജനങ്ങളുടെ മധ്യത്തിലൂടെ ഭടന്മാർ ഈശോയെ ചമട്ടികൊണ്ട് അടിക്കുന്നതിനായി കൊണ്ടുപോയി. ഇതാ മനുഷ്യത്വരഹിതമായ രീതിയിൽ പീഡകൾ ആരംഭിക്കുന്നു. ഏറ്റവും വലിയ കുറ്റവാളികളെ ശിക്ഷിക്കുന്ന തൂണിൽ അവിടത്തെ ബന്ധിച്ചു. കഠിനഹൃദയരായ 6 മല്ലന്മാരിൽ 2 പേർ ഈശോയെ ചമ്മട്ടി കൊണ്ട് മൃഗീയമായ രീതിയിൽ തലങ്ങും വിലങ്ങും അടിക്കുവാൻ തുടങ്ങി. സത്യദൈവവും സത്യമനുഷ്യനുമായ ദേവപുത്രൻ ഈശോ മർദ്ദനമേറ്റ് പൊളഞ്ഞു. അവിടുന്ന് സഹിച്ച കഠോര വേദനകൾ സകല ചരാചരങ്ങളുടെയും മേൽ ദൈവിക ചൈതന്യമായി അന്തരീക്ഷത്തിൽ അലയടിച്ചു. മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് ദിവ്യനാഥൻ പിതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പുരോഹിത പ്രമുഖന്മാരുടെ സേവകർ പീഡകരെ സമീപിച്ച് അവർക്കുള്ള പണവും വീര്യമുള്ള ലഹരി പാനീയവും കൊടുത്ത് അവരുടെ ക്രൂരത 10 മടങ്ങ് വർദ്ധിപ്പിച്ചു.
അവർ ക്ഷീണിച്ചപ്പോൾ വേറെ 2 പേർ വന്ന് ഉഗ്രകോപത്തോടെ ഈശോയെ പ്രഹരിച്ചു. മുള്ളുകൾ നിറഞ്ഞ കുടുക്കുകളും കീറലുകളുമുള്ള ഒരു തരം വടിയാണ് ഈശോയെ അടിക്കുന്നതിന് അവർ ഉപയോഗിച്ചത്. ആ പാവന ശരീരം അടിയേറ്റ് കീറി മുറിയുകയും രക്തം ധാരധാരയായി ഒഴുകുകയും ചെയ്തു. വേദനയുടെ ഇടയിലും ഈശോ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മറ്റ് 2 പേർ കടന്നു വന്ന് പിന്നെയും പീഡനം ആരംഭിച്ചു. ഇവരുടെ ചമട്ടികൾ നേരിയ ഇരുമ്പ് ചങ്ങലകൾ കൊണ്ടുള്ളതും ആഴമേറിയ മുറിവുകൾ ഉണ്ടാക്കുന്നതും ഓരോ അടിക്കും മാംസം ചിന്തി പൊടിഞ്ഞ് പോരത്തക്ക വിധം ഇരുമ്പ് കൊളുത്തുകൾ പിടിപ്പിച്ചവയുമായിരുന്നു. ഈശോയെ തിരിച്ചു നിർത്തി പിൻഭാഗം തൂണിനോട് ചേർത്ത് ബന്ധിച്ച ശേഷം ആ 2 പേർ ചമട്ടിയെടുത്ത് മാറി മാറി അവിടുത്തെ മുഖത്തും ദേഹത്തും ഇടതടവില്ലാതെ അടിച്ചു. ആ ദൃശ്യം എത്ര ഹൃദയഭേദകം! കരയാതെ, പരിഭവിക്കാതെ, പിറുപിറുക്കാതെ ആ പീഡകളെല്ലാം അവൻ ശരീരത്തിൽ ഏറ്റെടുത്തു. നിണമണിഞ്ഞ കണ്ണുകൾ കൊണ്ട് അവിടുന്ന് അവരെ നോക്കി. അവന് ക്ഷീണിതനായി. ഈശോ പ്രഹരമേറ്റുകൊണ്ടിരുന്ന സമയത്ത് മാലാഹമാർ പല പ്രാവശ്യം അവിടുത്തെ സമീപിച്ച് ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ദിവ്യകുമാരനെ ബന്ധിതനാക്കി അതികഠിനമായ ചമയട്ടിയടി നൽകിയ സമയം മുഴുവൻ പരിശുദ്ധ അമ്മ വേദന സ്വന്തമാക്കുകയായിരുന്നു. ഈശോയെ മുൾമുടി ധരിപ്പിച്ച രീതി കണ്ടു നിൽക്കുവാൻ സാധിക്കാത്ത വിധം അത്ര കഠോരമായിരുന്നു. മുറിവുകളെല്ലാം തുറക്കപ്പെടുമാറ് ഈശോയുടെ ഉടുപ്പ് അവർ വലിച്ചൂരി പകരം മുട്ടോളം എത്തുന്ന ചുവന്ന ഒരു മേൽക്കുപ്പായം ധരിപ്പിച്ചു. കൂർത്ത മുള്ളുകളുള്ള 3 ശിഖരങ്ങൾ തമ്മിൽ മെടഞ്ഞുണ്ടാക്കിയ മുൾമുടി ശിരസിൽ ആഞ്ഞമർത്തി വെച്ച് ഒരു രാജാവിനെ വാടിക്കുന്ന രീതി നീളമുള്ള ഒരു ഞാങ്ങണ കയ്യിൽ പിടിപ്പിച്ചു. അതിനുശേഷം ഞാങ്ങണ പിടിച്ചു വാങ്ങി തലക്കടിച്ചു. രക്തം കണ്ണുകളിലേക്ക് ഒഴുകി വീണു. അവർ അവിടുത്തെ മുമ്പിൽ മുട്ടുകുത്തി യഹൂദന്മാരുടെ രാജാവേ സ്വസ്തി എന്ന് പറഞ്ഞ് പരിഹസിക്കുകയും പ്രഹരിക്കുകയും മുഖത്ത് തുപ്പുകയും ചെയ്തു. ഈശോയെ പിടിച്ചിരുത്തിയ ഇരിപ്പിടം മറിച്ചിട്ട് അവിടുത്തെ തള്ളിയിടുകയും ബലമായി വലിച്ചെഴുന്നേൽപ്പിച്ച് വീണ്ടും അതേ സ്ഥിതിയിൽ ഇരുത്തുകയും ചെയ്തു. തനിക്ക് ഏൽക്കേണ്ടി വന്ന പ്രഹരങ്ങളാൽ പനി ബാധിച്ച ഈശോയ്ക്ക് അതികഠിനമായി ദാഹിച്ചു. അവിടുത്തെ ശരീരം വിറച്ചുകൊണ്ടിരുന്നു. മാംസം കീറി മുറിഞ്ഞു. നാവ് വരണ്ടുണങ്ങി. മുഖത്തേക്ക് ഒഴുകിയിറങ്ങിയ ശിരസിലെ രക്തം മാത്രം അവിടുത്തെ വരണ്ട ചുണ്ടുകളെ നനച്ചു. ഈശോയെ വീണ്ടും അവർ പീലാത്തോസിൻ്റെ അരമനയിലേക്ക് കൊണ്ടുപോയി. മർദ്ദനങ്ങളുടെ ആധിക്യത്താൽ ശരീരം മുഴുവൻ മുറിപ്പെട്ട് ഉണങ്ങിയ രക്തക്കട്ടികൾക്ക് മീതെ ചെന്നീരൊലിച്ച് നടുവടഞ്ഞ് ഒരു വൃദ്ധൻ്റേതുപോലെ ഈശോയെ കണ്ടപ്പോൾ പീലാത്തോസ് ഒന്ന് ഞെട്ടി. മനമിളക്കുന്നതും ഹൃദയഭേദകവുമായ ആ കാഴ്ച കണ്ട് ജനം നടുങ്ങി. എവിടെയും നിശബ്ദത. ക്ഷീണിതനായ ഈശോ മുൾമുടി ധരിച്ച് ശിരസ്സുയർത്തി ആവേശഭരിതരായി നിൽക്കുന്ന ജനക്കൂട്ടത്തിന് നേരെ നോക്കി. പീലാത്തോസ് ഈശോയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനക്കൂട്ടത്തോട് പറഞ്ഞു, ഇതാ മനുഷ്യൻ. പുരോഹിത പ്രമുഖന്മാരും അവരുടെ അനുയായികളും വിരോധത്തോടും വെറുപ്പോടും വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. ഈശോയുടെ പിടാസഹനവുമായി ബന്ധപ്പെട്ട് യേശുപ്രവാചകൻ പറയുന്നത് ഇപ്രകാരമാണ്: അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും അവൻ കാണിച്ചു കൊടുത്തു. നിന്ദയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി. എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു. എനിക്ക് നീതി നടത്തിത്തരുന്നവൻ എൻ്റെ അടുത്തുണ്ട്. അവനെ കണ്ടവർ അമ്പരന്ന് പോയി. മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു. നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ
ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളെ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ പോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എൻ്റെ ജനത്തിൻ്റെ പാപനിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആര് കരുതി? അവൻ ഒരു അതിക്രമവും ചെയ്തില്ല, അവൻ്റെ വായിൽ നിന്നും വഞ്ചന പുറപ്പെട്ടുമില്ല. നമുക്ക് ഈ നിമിഷങ്ങളിൽ എല്ലാ ദമ്പതികളെ സമർപ്പിക്കുകയാണ് ഇന്ന ദിവസം. ദാമ്പത്യ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് തിരുവചനത്തിൻ്റെ അഭിഷേകം എല്ലാ ദമ്പതികളിലും നിറയുന്നതിനായി നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ഉൽപ്പത്തി 2:18 ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. കർത്താവായ ദൈവമേ, ഈ തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ എല്ലാ ദമ്പതികളുടെയും ദാമ്പത്യ ജീവിതം സ്നേഹത്തിലും സമാധാനത്തിലും സന്തോഷപൂരിതമാക്കണമേ. 2 സാമുവേൽ 7:29 അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. ദൈവമായ കർത്താവേ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അവിടുത്തെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. കർത്താവായ ദൈവമേ, ഈ തിരുവചനത്തിന് അനന്തശക്തിയാൽ എല്ലാ ദമ്പതികളുടെയും ദാമ്പത്യ ജീവിതം സ്നേഹത്തിലും സമാധാനത്തിലും സന്തോഷപൂരിതമാക്കണമേ. മർക്കോസ് 10:6-9 വരെയുള്ള തിരുവചനങ്ങൾ. സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീടൊരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കർത്താവായ ദൈവമേ, ഈ തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ എല്ലാ ദമ്പതികളുടെയും ദാമ്പത്യ ജീവിതം സ്നേഹത്തിലും സമാധാനത്തിലും സന്തോഷപൂരിതമാക്കണമേ. സഭാപ്രസംഗകൻ 4-ാം അധ്യായം 9-10 തിരുവചനങ്ങൾ. 2 പേർ ഒരാളേക്കാൾ മെച്ചമാണ്, കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. അവരിൽ ഒരുവൻ വീണാൽ അപരനെ താങ്ങാൻ കഴിയും. ഒറ്റയ്ക്കിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല, അവൻ്റെ കാര്യം കഷ്ടമാണ്. കർത്താവായ ദൈവമേ, ഈ തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ എല്ലാ ദമ്പതികളുടെയും ദാമ്പത്യ ജീവിതം സ്നേഹത്തിലും സമാധാനത്തിലും സന്തോഷപൂർണ്ണമാക്കണമേ. എഫേസസ് 4:2 പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടി നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. എഫേസസ് 5:33 നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെപ്പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. കർത്താവായ ദൈവമേ, ഈ തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ എല്ലാ ദമ്പതികളുടെയും ദാമ്പത്യ ജീവിതം സ്നേഹത്തിലും സമാധാനത്തിലും സന്തോഷപൂരിതമാക്കണമേ. പ്രഭാഷകൻ 26:3 ഉത്തമയായ ഭാര്യ മഹത്തായ അനുഗ്രഹമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളിൽ ഒന്നാണവൾ. ജോഷുവ 24:15 ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. കർത്താവായ ദൈവമേ, ഈ തിരുവചനങ്ങളുടെ അനന്തശക്തിയാൽ എല്ലാ ദമ്പതികളുടെയും ദാമ്പത്യ ജീവിതം സ്നേഹത്തിലും സമാധാനത്തിലും സന്തോഷപൂരിതമാക്കണമേ. പൗലോസ് കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം 10-14 തിരുവചനങ്ങൾ. വിവാഹിതരോട് ഞാൻ കൽപ്പിക്കുന്നു, ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നു, ഭാര്യ ഭർത്താവിൽ നിന്ന് വേർപിരിയരുത്. എന്തെന്നാൽ
അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു. കർത്താവായ ദൈവമേ, ഈ തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ എല്ലാ ദമ്പതികളുടെയും ദാമ്പത്യ ജീവിതം സ്നേഹത്തിലും സമാധാനത്തിലും സന്തോഷപൂരിതമാക്കണമേ. പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 8-ാം തിരുവചനം. സർവോപരി നിങ്ങൾക്ക് ഗാഢമായ പരസ്പര സ്നേഹം ഉണ്ടായിരിക്കട്ടെ, കാരണം സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു. കർത്താവായ ദൈവമേ, ഈ തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ എല്ലാ ദമ്പതികളുടെയും ദാമ്പത്യ ജീവിതം സ്നേഹത്തിലും സമാധാനത്തിലും സന്തോഷപൂരിതമാക്കണമേ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 19-ാം അധ്യായം 6-ാം തിരുവചനം. തന്മൂലം പിന്നീടൊരിക്കലും അവ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കർത്താവായ ദൈവമേ, ഈ തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ എല്ലാ ദമ്പതികളുടെയും ദാമ്പത്യ ജീവിതം സ്നേഹത്തിലും സമാധാനത്തിലും സന്തോഷപൂരിതമാക്കണമേ.
കുരിശിൽ നൽകൂ. നമുക്ക് നിമിഷങ്ങളിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ തിരുസന്നിധിയിലായിരുന്നു കൊണ്ട് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും നിയോഗങ്ങളെയും ദിവ്യകാരണ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഇന്ന് പ്രത്യേകമായി വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന നിമിഷത്തിൽ ആ വന്ധ്യപിതാവിൻ്റെ മാധ്യസ്ഥ നമുക്ക് യാചിക്കാം. യോസേപ്പ് പിതാവിനെ പോലെ നിശബ്ദനായി ദൈവഹിതത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാൻ അനുഗ്രഹം നൽകണമേ എന്ന് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദിവ്യകാരണനാഥൻ്റെ പക്കലേക്ക് നമ്മളെ പൂർണ്ണമായും സമർപ്പിക്കാം.